നമ്മൾ പേടിച്ചെന്നാണ് വണ്ടിക്ക് പോണത് കൊച്ചിനായിട്ട്. ഒന്നാമത്തെ അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, കുഞ്ഞു കൊച്ചിനായിട്ടൊക്കെ എത്രയോ പേരുണ്ട് ഇങ്ങനെ നടന്നു പോകണം. ഇല്ല, എല്ലാവർക്കും കാറും ഇതൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മൊത്തത്തിൽ പോണ കണ്ട പൊടി കണ്ട രക്ഷയില്ല. റോഡ് ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല, നടക്കാൻ പറ്റുന്നില്ല. തൊറൂരിന്ന് ഒന്ന് അരൂരെത്തണമെങ്കിൽ 1.5 മണിക്കൂറാണ്. ഇതാർക്ക് വേണ്ടി? പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം നടപ്പാദ്യം പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഇവരിത് തോന്നിയ മാസമാണ് കാണിക്കുന്നത്. പഴയ കുഴി വീണ്ടും രൂപപ്പെട്ടിരിക്കും. പിന്നെ അവർ കൊണ്ടുവന്ന് കുറേ കട്ടിറക്കും. ഒരു പ്രായോഗികമായിട്ടുള്ള കുഴിയടക്കല പ്രായോഗികമായിട്ടുള്ള പണിയല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോഴും. റോഡിലൂടെ യാത്ര ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവന് ഇഞ്ചക്ഷൻ വെക്കാൻ പോകുമ്പോഴാണെങ്കിലും ഈ റോഡ് ഭയങ്കര തിരക്കായിരിക്കും. ബ്ലോക്ക് കൊച്ചിനായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പാടാണ്. പിന്നെ ഒന്നാമത്തെ ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെളിയാണ്. നമ്മൾ പേടിച്ചെന്നാണ് വണ്ടിക്ക് പോണത് കൊച്ചിനായിട്ട്. ഒന്നാമത്തെ അറിയാമല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, കുഞ്ഞു കൊച്ചിനായിട്ടൊക്കെ എത്രയോ പേരുണ്ട് ഇങ്ങനെ നടന്നു പോകണം. ഇല്ല, എല്ലാവർക്കും കാറും ഇതൊന്നും ഇല്ലല്ലോ. റോഡ് ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല, നടക്കാൻ പറ്റുന്നില്ല. തൊറൂരിന്ന് ഒന്ന് അരൂരെത്തണമെങ്കിൽ 1.5 മണിക്കൂറാണ്. അതും നടപ്പാതെ മുഴുവൻ ചെളിയാണ്, ഒരു വിധത്തിലും നടക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും സഹിയായിട്ട് ജീവിക്കേണ്ടെന്നോർത്ത് നടക്കണത്. എന്നിട്ട് ഇവിടെ ഒന്ന് കിടപ്പാ വൈകുന്നേരം വരെ മുതലാവില്ല. ഈ ബ്ലോക്കിൽ കിടന്ന് താങ്ങി ഡീസൽ ചിലവ് കൂടുതൽ, വണ്ടിയുടെ സ്പെയറിൻ്റെ ചിലവ് കൂടുതൽ, പിന്നെ നമ്മുടെ കാലിൻ്റെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ട് നടക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇനിയും വണ്ടി പോണതിൻ്റെ പൊടി മുഴുവൻ വന്ന് കിടക്കും, ഗ്ലാസ് പോലും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തൂത്ത് കൊടുത്തോണ്ടിരിക്കും. 8-10 ടാക്സികളുണ്ട്. ഈ ബ്ലോക്കും പൊടിയും കാരണം അവരും വരാതെയായി. ഇതാർക്ക് വേണ്ടി? പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുമ്പോൾ ആദ്യം നടപ്പാദ്യം പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഇവരിത് തോന്നിയ മാസമാണ് കാണിക്കുന്നത്. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന വഴിയും അല്ലാത്ത സമയത്ത് ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എന്തോരം ആൾക്കാർ ഇവിടെ വീടുണ്ടെന്നറിയോ. പല MLA-മാരും മന്ത്രിമാരും ഇവിടെ ജയിച്ച് പോയിട്ടുണ്ട്. ഒരെണ്ണം ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഇതുപോലെ കാണിക്കണം. ഈ കാലിന് സ്വാധീനം നടന്ന് അവിടെ ചെന്ന് ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവർക്ക് വണ്ടി നിരങ്ങി പോകണ കൊണ്ട് അവർക്ക് പെട്രോള് ചിലവാകും. ഇതൊക്കെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ പണിതേക്കണ റോഡ് 3-5 ദിവസം അടച്ചിട്ടേക്കണ റോഡ് ശരിക്കും പറഞ്ഞാൽ നിൽക്കില്ല, ഒരു 3 ദിവസത്തെ കൂടുതലൊന്നും നിൽക്കില്ല. ഇപ്പോൾ ചെന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും, കംപ്ലീറ്റ് ഒഴുകി ആ പഴയ കുഴി വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവർ കൊണ്ടുവന്ന് കുറേ കട്ടിറക്കും. ഒരു പ്രായോഗികമായിട്ടുള്ള കുഴിയടക്കല പ്രായോഗികമായിട്ടുള്ള പണിയല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോഴും. അതിന് ഞങ്ങൾക്ക് വളരെ പ്രതിഷേധമുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പട്ടിണിയാണ്, വണ്ടി ഓടാൻ പറ്റുന്നില്ല. രാവിലെ വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഉള്ള കാശിന് ഡീസൽ കഴിച്ച് വണ്ടി വാടക ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അശാസ്ത്രീയമായ മീഡിയം കട്ടിങ് കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരു കെൽട്ടോൺ ഓട്ടം പോകണമെങ്കിൽ ഞങ്ങൾ പമ്പ് വഴിക്കാരുമ്പോൾ പമ്പ് അടച്ചിട്ടേക്കും. പിന്നെ അടുത്ത യൂട്ടേൺ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അതുകൊണ്ട് ഭയങ്കര ശരിക്കും പറയാം ഒരു ദുർഘടമായ രീതിയാണ് ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഓട്ടം ഇവിടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ ഇട്ടിരിക്കുകയാണ് അവർ. അത് പൂർണ്ണമായിട്ടൊന്നും ഇത് ചെയ്തിട്ടില്ല. ഒരു പേരിന് വേണ്ടിയിട്ട് ഹൈക്കോടതി അത് പറഞ്ഞതിൻ്റെ പേരിന് വേണ്ടിയിട്ട് നാമമാത്രമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു ഇവരെന്താണ് ചെയ്യണമെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യം ഇവർ ചെയ്യണം. ആ കൂട്ടത്തിൽ പൊതുജനങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യം ഇവർ ഒപ്പിച്ചു കൊടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. അതൊരു ഇതാണ് കാര്യം. ആൾക്കാരെല്ലാവരും ബുദ്ധിമുട്ടിയാണ് നടക്കണം. ഒരുപാട് അപകടങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇവിടെ എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മൊത്തത്തിൽ പോണ കണ്ട പൊടി കണ്ട രക്ഷയില്ല. ഇപ്പോൾ 3-ാമത്തെ സ്ഥലത്തേക്കാണ് ഈ ചേഞ്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കായി മാറി. ഇത് വന്നുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളാണ്. ഇത് നമ്മൾ വെറുതെ വന്ന് ഈ വെയിലും പൊടിയും കൊണ്ട് ഇരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചേച്ചി ഇവിടെ നിർത്താൻ പറ്റുന്നില്ല. നമുക്ക് പോകുമ്പോൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പുറയുള്ള വണ്ടികൾ സമ്മതിക്കത്തില്ല, അവർ ഹോണടിക്കും. അപ്പോൾ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല. നേരത്തെ നല്ല കച്ചവടം ഉണ്ടായതാ. എങ്ങനെ വന്നാലും 10-500 രൂപയുടെ നമുക്ക് വരുമാനമൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ തീരെ ഇതായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കിടപ്പാണ്. ഇവിടെ ഒരുപാട് കംപ്ലൈൻറ്റും കൊടുത്ത് പിന്നെ കോടതിയിൽ നിന്ന് റോഡ് ശരിയാക്കിയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി പറഞ്ഞു. പാലത്തിൻ്റെ പണി നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും അവർ കൊഴിക്കൊള്ളാണ്ട് ഈ കണ്ടീഷനാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് യാത്രക്കാർക്ക് 2 വീലർ ഉൾപ്പെടെ പലരും വന്ന് ഇവിടെ തലയും കുത്തി വീണിട്ടുണ്ടോ. ഈ വലിയ കുഴികളൊന്നും അവർ കാണാത്ത പോലെ നടിക്കുകയാണ്. ഈ നേരം വെളുത്ത് വൈകുന്നേരം ഈ പിള്ളേരും വലിയ ആൾക്കാരും പെണ്ണുങ്ങളും എല്ലാം ഈ വഴിയാണ് പോണത്. അടിച്ചേറ്റി വീണ് എത്രയോ പെണ്ണുങ്ങളുണ്ടെന്ന് പറയാം. ഇവിടെ വെള്ളം കോരി ചേച്ചി വയ്ക്കണ കാരണം എല്ലാവരും കഴുകി അങ്ങോട്ട് പോകും. പിന്നെ ഈ സ്കൂട്ടറും അതും ഇതൊക്കെ പല വീഴ്ചകളും ഇവിടെ നടന്ന് ഞങ്ങൾ കാണുന്നുണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ. റോഡ് പണി തുടങ്ങിയതിന് ശേഷം ആവറേജ് ഉണ്ടായിരുന്ന കച്ചവടം പോലും ഇല്ല. ഞാൻ ചന്തിരൂരിൽ നിന്ന് അരൂർ വരെ ഡെയിലി 4 പ്രാവശ്യം യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് യാത്ര വരുമ്പോഴത്തേക്കും നമുക്ക് പൊടിയുടെ ശല്യം കൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്.
കച്ചവടം വളരെ മോശമാണ്. അതുകൂടാതെ യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്.